നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം. ഗൾഫ് റൗണ്ടപ്പ്. അന്തരിച്ച മുൻ കേരള മുഖ്യമന്ത്രിയും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവുമായ VS അച്യുതാനന്ദന് UAE-യിലെ കേരളത്തിൽ നിന്നുള്ള ഇന്ത്യൻ പ്രവാസികൾ ആദരാഞ്ജലികൾ അർപ്പിച്ചു. വിവിധ വിഷയങ്ങളിൽ സജീവമായി ഇടപെട്ട് ജനങ്ങൾക്ക് വേണ്ടി എന്നും നിലകൊണ്ടിരുന്ന ഒരു ജനനേതാവിനെയാണ് VS-ന്റെ നിര്യാണത്തിലൂടെ നഷ്ടമായതെന്ന് പ്രമുഖ വ്യവസായി MA യൂസഫ് അലി. VS-യുമായി വളരെ അടുത്ത സ്നേഹബന്ധമാണ് താൻ വെച്ചു പുലർത്തിയിരുന്നത്. 2017 UAE സന്ദർശിച്ച അവസരത്തിൽ അബുദാബിയിലെ വസതിയിൽ അദ്ദേഹം എത്തിയത് ഒരു ഓർമ്മയായി ഇന്നും താൻ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. യൂസഫ് അലി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. കുവൈറ്റിൽ വിസ തട്ടിപ്പ് സംഘത്തെ പിടികൂടി. ആഭ്യന്തര മന്ത്രാലയം ഒരു കുവൈറ്റി പൗരന്റെ നേതൃത്വത്തിൽ സിറിയൻ, ഇന്ത്യൻ സ്വദേശികളും ഉൾപ്പെട്ട സംഘമാണ് പിടിയിലായത്. മനുഷ്യക്കടത്തും അനധികൃത വിസ വിതരണവും തടയുന്നതിനുള്ള കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിരന്തര ശ്രമങ്ങളുടെ ഭാഗമായാണ് നടപടി. 2025 രണ്ടാം പാദത്തിൽ ഖത്തർ തൊഴിൽ മന്ത്രാലയം വർക്ക് പെർമിറ്റ് വിഭാഗത്തിൽ പരിഗണിച്ചത് ആകെ 15,98,159 അപേക്ഷകൾ. കൂടുതൽ സുതാര്യവും സുരക്ഷിതവും ഉൽപാദനക്ഷമവുമായ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനായി ഖത്തർ തൊഴിൽ മന്ത്രാലയം അതിന്റെ സേവനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിനും പരിശോധനകൾ വ്യാപിപ്പിക്കുകയും ചെയ്തതായി രണ്ടാം പാദത്തിൽ പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നു. സീബ് ഇന്ത്യൻ സ്കൂൾ അധ്യാപിക നാട്ടിൽ നിര്യാതയായി. തിരുവനന്തപുരം നാട്ടയം വട്ടിയൂർക്കാവ് സ്വദേശി ലേഖ ജാക്സൺ ആണ് മരണപ്പെട്ടത്. 53 വയസ്സായിരുന്നു. ക്യാൻസർ ബാധിതയായി നാട്ടിൽ ചികിത്സയിലായിരുന്നു. 17 വർഷത്തോളമായി സംഗീത വിഭാഗത്തിൽ സേവനമനുഷ്ഠിച്ചിരുന്ന ലേഖ ജാക്സൺ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും പ്രിയപ്പെട്ട അധ്യാപികയായിരുന്നു. മാസങ്ങൾക്ക് മുമ്പാണ് അസുഖം തിരിച്ചറിയുന്നതും നാട്ടിലേക്ക് ചികിത്സാ ആവശ്യാർത്ഥം പോകുന്നതും. പിതാവ് രവീന്ദ്രൻ നായർ, മാതാവ് സുഭദ്ര, ഭർത്താവ് ജാക്സൺ, മക്കൾ നേഹ ജാക്സൺ, നിധി ജാക്സൺ. യൂറോപ്യൻ സാഹസിക യാത്രകൾക്കായി ഷെൻജൻ വിസ നേടാൻ ആഗ്രഹിക്കുന്ന UAE-യിൽ നിന്നുള്ള യാത്രക്കാർ 2025 ജൂൺ 18 മുതൽ പ്രാബല്യത്തിൽ വരുന്ന വിധത്തിൽ VFS ഗ്ലോബലിന്റെ പോർട്ടൽ വഴി അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യുന്ന എല്ലാ അപേക്ഷകരും ആദ്യ ബുക്കിംഗ് പ്ലാറ്റ്ഫോമിൽ നേരിട്ട് ഓൺലൈൻ വിസ അപേക്ഷാ ഫോം പൂരിപ്പിക്കണം. വിസ അപ്പോയിന്റ്മെന്റ് സിസ്റ്റത്തിന്റെ കാര്യക്ഷമതയും കൃത്യതയും മെച്ചപ്പെടുത്തുന്നതിനും ഈ പുതിയ ആവശ്യകത ലക്ഷ്യമിടുന്നതെന്ന് VFS ഗ്ലോബൽ പുറത്തിറക്കിയ അറിയിപ്പിൽ പറയുന്നു. മിഡിൽ ഈസ്റ്റിലെ പ്രമുഖ ചാനൽ അൽ അറേബ്യ തങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും റിയാദിലേക്ക് മാറ്റി. വാർത്താ ബുള്ളറ്റിനുകളും പരിപാടികളും ഇതര വിഭാഗങ്ങളും ഡിജിറ്റൽ പ്ലാറ്റ്ഫോം, വെബ്സൈറ്റ് പ്രവർത്തനങ്ങളുമെല്ലാം ഇനി റിയാദ് കേന്ദ്രീകരിച്ചാണ് നടക്കുക. ഇതോടെ ആഗോള രാഷ്ട്രീയ സാമ്പത്തിക രംഗത്തിന്റെ ഹൃദയഭാഗമായ റിയാദിലേക്ക് വിവിധ ചാനലുകളുള്ള അൽ അറേബ്യ നെറ്റ്വർക്കിന്റെ സ്ഥലം മാറ്റം പൂർത്തിയായി. 2021 അവസാനത്തോടെയാണ് അൽ അറേബ്യ ആസ്ഥാന മാറ്റ പ്രക്രിയ ആരംഭിച്ചത്. ഖത്തറിലെ ആദ്യകാല വ്യാപാരിയും വിദ്യാഭ്യാസ പ്രവർത്തകനുമായ ഹൈസൻ ഹൈദർ ഹാജി ദോഹയിൽ അന്തരിച്ചു. 90 വയസ്സായിരുന്നു. തൃശൂർ വടക്കേക്കാട് തൊഴിയൂർ സ്വദേശിയാണ്. അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു. 1962 കപ്പൽ വഴി ഖത്തറിലെത്തിയ അദ്ദേഹം ആദ്യകാല ഇന്ത്യൻ പ്രവാസികളിൽ ഒരാളാണ്. ഖത്തറിലെ ആദ്യ സൂപ്പർ മാർക്കറ്റുകളിൽ ഒന്നായ ഫാമിലി ഫുഡ് സെന്റർ സ്ഥാപകനാണ് ഇദ്ദേഹം. 48 വർഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം ഫാമിലി ഫുഡ് സെന്റർ സ്ഥാപിക്കുന്നത്. കോഴിക്കോട് ഹൈസൻ ഹോട്ടൽ, ഹൈസൻ മോട്ടോഴ്സ് എന്നിവയുടെ മാനേജിംഗ് ഡയറക്ടർ ആയിരുന്നു. ഷാർജയിൽ അപ്പാർട്ട്മെന്റിൽ ശനിയാഴ്ച മരിച്ച നിലയിൽ കണ്ടെത്തിയ മലയാളി പ്രവാസി യുവതിയുടെ ഭർത്താവിനെതിരെ ഷാർജ പോലീസിൽ പരാതി നൽകി കുടുംബം. ഷാർജയിലെ റോള പ്രദേശത്തുള്ള ഫ്ളാറ്റിൽ ശനിയാഴ്ച പുലർച്ചെയാണ് 30-കാരിയായ അതുല്യ ശേഖറിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയതെന്ന് എമിറേറ്റിൽ താമസിക്കുന്ന സഹോദരിയും അളിയനും പറഞ്ഞു. അവരുടെ 30ാം ജന്മദിനവും പുതിയ ജോലിയുടെ ആദ്യ ദിവസവുമായിരുന്നു അത്. തിങ്കളാഴ്ച ഷാർജയിൽ ഒരു ഔദ്യോഗിക പോലീസ് പരാതി സമർപ്പിച്ചിട്ടുണ്ടെന്ന് അവരുടെ സഹോദരി ഭർത്താവ് സ്ഥിരീകരിച്ചു. ബോയിംഗ് 787, 737 വിമാനങ്ങളിലെ ഇന്ധന സ്വിച്ച് സംവിധാനങ്ങളിൽ മുൻകരുതൽ പരിശോധനകൾ നടത്തിയതായി ദേശീയ വിമാന കമ്പനിയായ ഒമാൻ എയർ പ്രാദേശിക മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഒമാൻ എയർ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ക്യാപ്റ്റൻ നാസർ അൽ സാൽമിയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. റെഗുലേറ്ററി മാർഗനിർദ്ദേശങ്ങൾക്കനുസൃതമായി മുൻകരുതൽ നടപടിയായും ഉയർന്ന സുരക്ഷാ മാനദണ്ഡങ്ങളോടുള്ള തങ്ങളുടെ നിരന്തരമായ പ്രതിബദ്ധതയുടെ ഭാഗമായും എല്ലാ ബോയിംഗ് 787, 737 വിമാനങ്ങളിലും ഇന്ധന സ്വിച്ച് പരിശോധനകൾ നടത്തിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഒമാൻ എയറിന് 8 ബോയിംഗ് 787 വിമാനങ്ങളും 23 ബോയിംഗ് 737 വിമാനങ്ങളുമാണ് ഉള്ളത്. ന്യൂസ് ഡെസ്ക്, നമസ്തേ തിരുവനന്തപുരം.